ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. എങ്ങനെയൊന്ന് കാണാം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല അടിപൊളി ഫ്രഷ് ജംബോ പ്രോൺസ് ആണ്. ഇതിനെ ജയൻറ്റ് പ്രോൺസ് എന്നും പറയാറുണ്ട്. ചിലരിതിനെ ടൈഗർ പ്രോൺസ് ആണ് പറയുന്നത്. ടൈഗർ പോലെ നല്ല വരയും പുള്ളിയും ഒക്കെ ആയിട്ട് നല്ല ഗംഭീരത്തോടിരിക്കുന്നതായിട്ടുള്ളൊരു കൊഞ്ച്, വളരെ രുചികരമായിട്ടുള്ളൊരു കൊഞ്ചാണിത്. ഈ പ്രോൺസ് എപ്രകാരമാണ് വൃത്തിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കത്രി ഉപയോഗിച്ച് സിസർ കൊണ്ട് അതിൻ്റെ കാലുകളും വലിയ കാലും കൊമ്പും ഒക്കെ നമുക്ക് വെട്ടി മാറ്റാം. തലഭാഗത്തുള്ള ഷാർപ്പായിട്ടുള്ള കൊമ്പ് വളരെ ഹാർഡാണ്. അത് കട്ട് ചെയ്യാൻ അല്പം പ്രയാസമാണ്. എന്നാൽ അത് തലയിലെ ആ സ്കെയിൽ ആ തോട് ഇളക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന് അത് ഇളകി വരും. പിന്നീട് അതിൻ്റെ മീശയും ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്ക് ഇപ്രകാരം കട്ടി വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം പള്ള ഭാഗത്തുള്ള ആ പോർഷൻ ഇപ്രകാരം കത്രി കൊണ്ട് കട്ട് ചെയ്ത് വിടർത്തുക. പിന്നീട് തോല് ഇങ്ങനെ നമുക്ക് ഊരി എടുക്കാവുന്നതാണ്. വാല് ഭാഗത്തുള്ളതായിട്ടുള്ള തോട് അല്പം പ്രയാസമാണ്. അതൊന്ന് ഞെക്കി വലിച്ചു കഴിയുമ്പോൾ അത് ഊരിഞ്ഞ് വരും. അതിനുശേഷം അതിൻ്റെ ഇൻറ്റെസ്റ്റിനും ആമാശയും ഒക്കെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തലഭാഗത്താണ് കത്രി കൊണ്ട് പ്രകാരം അത് കട്ട് ചെയ്യുക. അല്ല എങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു കത്തി കൊണ്ടും ഇപ്രകാരം കട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവിടെ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ഇൻറ്റെസ്റ്റൈൻ തല മുതൽ വാല് വരെ നീളത്തിലിരിക്കുകയാണ്. അതിപ്രകാരം ഊരി എടുക്കാവുന്നതാണ്. തുടർന്ന് തലഭാഗത്തുള്ള അതിൻ്റെ നെയ്യും കുടലിനോടനുബന്ധിച്ചുള്ള ബാക്കി അവശിഷ്ടങ്ങളും നമ്മുടെ ഇടത്ത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇതുപോലെ നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലവണ്ണം നല്ല വെള്ളത്തിൽ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് ഇതിനെ ഇപ്രകാരം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ എല്ലാ കൊഞ്ചും നമ്മൾ നല്ലവണ്ണം കഴുകി എടുത്തു. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ എല്ലാം വൃത്തിയായിട്ട് കഴുകി വെള്ളം ഒട്ടുമില്ലാതെ നല്ലപോലെ അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുടച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളാണ് ഞാൻ ഇട്ടത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അധികം മുളക് പൊടി ഇടണ്ട, ഇത് എരിവില്ലാത്തതാണ് അധികം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും അധികം ഇടരുത്. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആ നാരങ്ങ നീരിലും വെളിച്ചെണ്ണയിലും വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിലേക്ക് ഒരു കൊഞ്ച് ഇട്ട് നമ്മളിങ്ങനെ അത് എല്ലാം പുരട്ടി നല്ലതുപോലെ വെക്കുക. അങ്ങനെ നമുക്ക് എല്ലാ കൊഞ്ചും ഇതുപോലെ എല്ലാ മസാലയും പുരട്ടി വെക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇത് മാരിനേറ്റ് ചെയ്തു 10 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചേക്കാം. കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കൊഞ്ച് ചുരുളാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ
ഓരോ കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ, വയറിൻ്റെ ഭാഗമല്ല, അല്ലാത്ത ഭാഗത്ത്, ഓപ്പോസിറ്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ട് വഴി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ നല്ലതുപോലെ ഒന്ന് വലിക്കുക. ഇങ്ങനെ തിരിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പം നമുക്ക് അത് നൂർന്ന് തന്നെ ഇരിക്കും. ചൂടായ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അധികം വെന്ത് പോയാൽ ഇത് റബ്ബർ പോലായി പോകും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ നമ്മളിത് ഫ്രൈ ചെയ്യരുത്. തിരിച്ചിട്ട് കൊടുക്കാം. കൊഞ്ചൊന്ന് ഫ്രൈ ആയി, അധികം എന്നാൽ ഫ്രൈ ആയിട്ടുമില്ല. അതേ രീതിയിൽ നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ അല്പം എണ്ണയും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് മസാലകൾ നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യമേ അല്പം ഇഞ്ചിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനിരട്ടി, അതായത് നമ്മൾ എത്ര ഇഞ്ചി എടുക്കുന്നു അതിനിരട്ടിയായിട്ട് വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണ് ഇതിന് കൂടുതൽ വേണ്ടിയത്. നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. 20 കൊച്ചുള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, നിങ്ങൾക്കിത് ഇഷ്ടം പോലെ. ഒരു അധികം അങ്ങ് ചെറുതായിട്ട് അരിയണ്ട കൊച്ചുള്ളി. ഇതേ രീതിയിൽ അരിഞ്ഞ് നമുക്കതൊന്ന് വഴറ്റാം. വലിയൊരു സവാളയാണ് വളരെ നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കൂട്ടത്തിൽ 2-3 പച്ചമുളക് ഞാൻ കീറി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 മതി. നല്ലതുപോലെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴണം. ഇനിയും വഴലാനുണ്ട്. തക്കാളിയും ഉള്ളിയും നല്ലതുപോലെ വഴണ്ടു. ഇനി നമുക്ക് മസാല ചേർക്കാം. ഇതിലേക്ക് അല്പം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂണ് മുളക് പൊടി. ഇത് എരിയില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ 4 ടീസ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരി അനുസരിച്ച് ഏത് മുളകാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിന് അധികം ചേർക്കേണ്ട കാര്യമില്ല. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. നമുക്ക് നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നല്ലതുപോലെ വഴണ്ടു ഉണ്ട്, നല്ലതുപോലെ നല്ല കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വയ്യെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. അത് ഇതുപോലെ കട്ടിയായിട്ട് നമ്മളൊന്ന് കലർത്തി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം. കൊഞ്ചിതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ മസാല പൊതിഞ്ഞ് കൊടുക്കാം. ഞാൻ വളരെ മസാല കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം. എനിക്കധികം മസാല വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചെടുത്തത്. അല്ലെങ്കിൽ ഉള്ളിയൊക്കെ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല എല്ലാം ഞാൻ പൊതിഞ്ഞ് വെച്ചു. കൊഞ്ചിനധികം വേവില്ലല്ലോ, ഓൾറെഡി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗ വളരെ ഒന്ന് സ്ലോയിൽ നമുക്ക് വെക്കാം. ലോ ഫ്ലെയിമിലാക്കാം. ഒരു 2 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല പരുവായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പെല്ലാം പാകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇടാവുന്നതാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വരുന്ന നമ്മുടെ ഫ്രഷായിട്ട് പൊടിച്ച പെരുംജീരകത്തിൻ്റെ ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ലപോലെ കരിയാപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവറിന് വേണ്ട അല്പം വെളിച്ചെണ്ണ, അധികം വേണ്ട, ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ നല്ല മണമുണ്ട്, നല്ല സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട്. ആ സ്മെല്ലിൽ തന്നെ നല്ല ടേസ്റ്റ് നമുക്കറിയാം. ഇത് കണ്ടാൽ തന്നെ അങ്ങ് തിന്നാൻ തോന്നുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം, അതേ രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അങ്ങനെ മസാലയെല്ലാം നല്ല പൊതിഞ്ഞ് നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെ നല്ല ടേസ്റ്റ്, പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണിത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നല്ല മണമാണ് വരുന്നത്. പ്ലേറ്റിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൈഗർ പ്രോൺ റോസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.